ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് നാളത്തെ നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻറ്റ് ലെവൽസൊക്കെയാണ്. ഓക്കെ, അപ്പം നമുക്ക് കമ്മിങ് വീക്കിൽ ഒരു മേജർ 2 ഈവൻറ്റ്സ് ഉണ്ട്. ഓക്കെ, US ഫെഡ് മീറ്റിംഗ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ തന്നെ മേജർ ബഡ്ജറ്റ്. ഓക്കെ, ബഡ്ജറ്റ് നമുക്ക് 23-ാം തീയതിയാണ്. ഓക്കെ, കമ്മിങ് വീക്കിലാണ് ബഡ്ജറ്റ്. അപ്പം ബഡ്ജറ്റിൻ്റെ ഒരു മുന്നോടിയായിട്ടുള്ള ഒരു പ്രീ റാലി ആണോ ഇപ്പം നടക്കുന്നതെന്ന് സംശയമുണ്ട്. കാരണം ഇന്നത്തെ ഒരു ഡേയിൽ നമ്മൾ നിഫ്റ്റി നോക്കി കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും, നിഫ്റ്റിയിൽ നല്ലൊരു ബുള്ളിഷ്നെസ് ആണ് കണ്ടത്. കഴിഞ്ഞ 2 ദിവസം ഡോജിയാണ് വന്നത്, ഡോജി ക്യാൻഡിൽസ് വന്നു. അതായത് ഇൻഡിസിഷൻ, എങ്ങോട്ട് മാർക്കറ്റ് പോകണം എന്നറിയാതെ നിന്ന ഒരു ടൈമായിരുന്നു. ഓക്കെ, നമുക്കപ്പം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ മാത്രമാണ്. ഓക്കെ, ഇത് ട്രേഡ് റെക്കമെൻഡേഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. ഓക്കെ, ജസ്റ്റ് ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ. നാളത്തെ ഞാൻ ട്രേഡ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി മാത്രം. ഓക്കെ, അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ലെവൽസ് നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, അല്ലാതെ ഒരു ട്രേഡ് റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ ഈ ഏരിയയിൽ വരുമ്പം കോൾ അല്ലെങ്കിൽ പുട്ട് ബൈ ചെയ്യണം എന്നുള്ള ഒരു വീഡിയോ അല്ല. ആക്ച്വലി ഇതൊരു അതായത് കൂടുതൽ ആൾക്കാർ ജോയിൻ ചെയ്യുന്ന, അതായത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഏരിയാസാണ്. ഓക്കെ, ഞാൻ ആക്ച്വലി ട്രേഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു ലിക്വിഡിറ്റി അല്ലെങ്കിൽ സ്മാർട്ട് മണി കോൺസെപ്റ്റ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്. ഓക്കെ, ആ ഒരു രീതിയിലാണ്. ഓക്കെ, എല്ലാവർക്കും സ്മാർട്ട് മണി കോൺസെപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കിന് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ചേഞ്ച് ഓഫ് ക്യാരക്ടർ, ട്രെൻഡ് ചേഞ്ചായി, ഫെയർ വാല്യൂ ഗ്യാപ്പ്, അങ്ങനത്തെ ഒരു എൻട്രീസ് അല്ല ആക്ച്വലി നടക്കുന്നത്. അങ്ങനത്തെ എൻട്രീസ് കൂടുതൽ നടക്കുന്നത് നമ്മുടെ ഫോറക്സ് ട്രേഡിങ്ങിൽ നടക്കും. ഓക്കെ, ഫോറക്സ് ട്രേഡിൽ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ സ്മാർട്ട് മണി കോൺസെപ്റ്റ് ആക്ച്വലി വർക്കാവും. ഓക്കെ, അപ്പം സ്മാർട്ട് മണി എന്ന് തന്നെ പറയുന്നത് വൈഡ് ഒരു തിയറീസാണ്. അപ്പോൾ അതിൽ കുറച്ച് പാർട്സ് വെച്ചിട്ടുള്ള ഒരു ട്രേഡിങ് സ്റ്റൈലാണ് നമുക്ക്. ഓക്കെ, അപ്പം നമുക്ക് നാളത്തെ നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് നമുക്ക് നോക്കാം. ഓക്കെ, ഇന്നത്തെ ക്യാൻഡിൽ നോക്കുമ്പോഴത്തേക്കിന് ഇന്ന് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് വന്നത്. ഓക്കെ, ഇന്ന് ഒരു 15 മിനിറ്റ്സിൽ തന്നെ ഹൈ വോൾട്ടൈൽ മൂവ്മെൻ്റ് ആയിരുന്നു. അതായത് ഫസ്റ്റ് തന്നെ ഡേ ലോ ബ്രേക്ക് ചെയ്തു, അതിനുശേഷം ഡേ ഹൈ ബ്രേക്ക് ചെയ്തു, പിന്നെ ഡേ ലോയുടെ നിയർലി വന്നു, അതിനുശേഷം ഒരു നല്ലൊരു ഹൈ കട്ട് ചെയ്ത് ഹയർ ഹൈ ബ്രേക്ക് ചെയ്ത് അങ്ങനത്തെ ഒരു മൂവ്മെൻ്റ് ആയിരുന്നു. ഓക്കെ, അപ്പം 15 മിനിറ്റ്സ് നോക്കുമ്പോഴത്തേന് ട്രെൻഡ് ഓൾറെഡി നമുക്കൊരു ബുള്ളിഷ്നെസ് തന്നെയാണ് നമുക്ക് ഇപ്പോഴും കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മേജർ ലെവൽസ് എന്ന് പറയുന്നത്, ഞാൻ ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മേജർ ലെവൽസ് എന്ന് പറയുന്നത് ഡേ ഹൈ നമ്മൾ വരയ്ക്കും, ഡേ ഹൈ ഡേ ലോ, അതായത് പ്രീവിയസ് ഡേ ഹൈ പ്രീവിയസ് ഡേ ലോ ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് നെക്സ്റ്റ് കമ്മി വരുന്നത് നിയർലി ഒരു സ്വിംഗ് ലോ അല്ലെങ്കിൽ സ്വിംഗ് ഹൈ, ആ ഒരു പോയിൻറ്റ്സ് നമ്മൾ വെക്കും. ഇപ്പം നിഫ്റ്റി ഓൾ ടൈം ഹൈയിലായതുകൊണ്ട് സ്വിംഗ് ഹൈസ് ഇല്ല, അതുകൊണ്ട് സ്വിംഗ് ലോസ് വരും. ഓക്കെ, ഞാൻ പിന്നെ മേജർ നോക്കുന്നതെന്ന് പറഞ്ഞാൽ 15 മിനിറ്റ്സോ അല്ലെങ്കിൽ 30 മിനിറ്റ്സൊക്കെ നോക്കും. ഓക്കെ, 30 മിനിറ്റ്സിൽ തന്നെ നിഫ്റ്റി അത്യാവശ്യം നല്ലൊരു ബുള്ളിഷ്നെസ് ആണ് കാണുന്നത്. ഇന്ന് തന്നെ കണ്ടില്ലേ, ഒരു നല്ലൊരു വൺ സൈഡഡ് മൂവ്മെൻറ്റ്. ആക്ച്വലി ഇന്നൊരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം നല്ലൊരു അപ്പ് സൈഡ് മൊമെൻറ്റം തന്നെയാണ് നമുക്കിന്ന് നിഫ്റ്റി തന്നത്. ഓക്കെ, ആക്ച്വലി നിഫ്റ്റിയിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് എന്നുള്ള ലെവൽ എന്ന് പറയുന്നത് ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്ന് നല്ലൊരു ഇംബാലൻസ് മൂവ്മെൻ്റ് ആണ് നടന്നത്. ആക്ച്വലി ഇംബാലൻസ് ക്യാൻഡിൽ സിസ്റ്റം പോലുണ്ട്. അപ്പോൾ എൻ്റെ മേജർ ലെവൽസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഡേ ഹൈ ഡേ ലോ, അല്ലെങ്കിൽ നമുക്ക് മേജർ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഏരിയ. ഓക്കെ, ഈ ഒരു ഏരിയ നമുക്ക് ട്രേഡ് ചെയ്യാം. ഓക്കെ, പിന്നെ അടുത്ത നമുക്ക് നോക്കുന്നതെന്ന് പറയുന്നത് ഈ ഒരു ഏരിയ. ഓക്കെ, ഇത്രയും 4 ലെവൽസാണ് നമുക്ക് നിഫ്റ്റിയിൽ മെയിനായിട്ടുള്ളത്. ഓക്കെ, നിഫ്റ്റിയുടെ കാര്യം. അത് കഴിഞ്ഞ് നമുക്ക് അടുത്തത് നോക്കാവുന്നതെന്ന് പറയുന്നത് ബാങ്കിലോട്ട് നോക്കാം. ബാങ്ക് നിഫ്റ്റി ഇന്ന് ആക്ച്വലി ഒരു അത്ര വലിയ ബുള്ളിഷ്നെസ് ഇല്ലായിരുന്നു നിഫ്റ്റി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പം നമുക്ക് മെയിൻലി നോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബാങ്ക് ആക്ച്വലി ഒരു കൺസോളിഡേഷൻ സ്റ്റേജിലാണ്. ഓക്കെ, കൺസോളിഡേഷൻ മീൻസ് ഒരു 3-4 ദിവസമായിട്ട് ഈ ഒരു ക്യാൻഡിൽ ഹൈ അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ, ഓക്കെ, ആ ഒരു ഏരിയയിൽ തന്നെ നിന്ന് കൺസോളിഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഐദർ സൈഡ് ഒരു നല്ലൊരു മൊമെൻറ്റം നമുക്ക് പോസിബിളാണ്. മോസ്റ്റ് പ്രോബബ്ലി ഏത് സൈഡിലോട്ടാണ്, ആ ഒരു സൈഡിലോട്ട് ബ്രേക്ക് ഔട്ട് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സൈഡിലോട്ട് മൊമെൻറ്റം നല്ല രീതിക്ക് പോസിബിളാണ്. ഓക്കെ, നമുക്കിനി ഒരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 30 മിനിറ്റ്സിലോട്ട് നോക്കുമ്പോഴത്തേക്കിന് ഹയർ ലോവർ ടൈം ഫ്രെയിമിലോട്ട് നോക്കുമ്പോഴത്തേക്കിനും നമുക്ക് ഈ ഒരു ഏരിയ തന്നെയാണ് വന്നേക്കുന്നത്. ഓക്കെ, ഈ ഒരു ഏരിയ. അപ്പം നാളെ ഞാൻ ട്രേഡ് എടുക്കാൻ പോകുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞത് ഒന്നെങ്കിൽ ഹൈ ബ്രേക്ക് ചെയ്യണം അല്ലെങ്കിൽ ലോ ബ്രേക്ക് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ ഒരു പ്രീവിയസ് സ്വിംഗ് ഹൈ 15 മിനിറ്റ്സിൽ സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിൻലി നമുക്ക് വന്നേക്കുന്ന കുറച്ച് ഏരിയാസ്. അപ്പം ഞാൻ ബാങ്ക് നിഫ്റ്റി മാത്രമേ ചെയ്യാറുള്ളൂ, ഓപ്ഷൻസ് ചെയ്യാറുള്ളൂ.
അപ്പം നമുക്കപ്പം നാളെ വൈകുന്നേരം അടുത്ത ലെവൽസ് നമുക്ക് മൺഡേയിലെ ലെവൽസുമായിട്ട് നാളെ വൈകുന്നേരം നമുക്ക് കാണാം. ഓക്കെ.